നിങ്ങളെ കമ്പനിയിൽ ഒരു ജീവനക്കാരന്റെ വിവരങ്ങൾ പല പല ഫയലുകളിലും സോഫ്റ്റ്വെയറുകളിലുമായി ചിതറിക്കിടക്കുകയാണോ? നിയമനത്തിന്റെ ഡേറ്റ ഒരിടത്ത്, ശമ്പളത്തിന്റെ കണക്ക് വേറൊരിടത്ത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതെല്ലാം ഒരൊറ്റ സിസ്റ്റത്തിൽ കിട്ടിയാൽ എത്ര എളുപ്പമാകും അല്ലേ? അപ്പോ ERP നെക്സ്റ്റ് ഫ്രാപ്പെ HR-ലൂടെ ഒരു ജീവനക്കാരന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആ സമ്പൂർണ്ണ യാത്രയിലേക്ക് നമുക്ക് കടക്കാം. സ്വാഗതം. അപ്പോ നമ്മുടെ മുന്നിലുള്ള ആ വലിയ ചോദ്യം ഇതാണ്: ഒരാൾ ജോലിക്ക് അപേക്ഷിക്കുന്നത് മുതൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോയി ഒരു പൂർവ്വ ജീവനക്കാരനാകുന്നതുവരെ ഈ മുഴുവൻ യാത്രയും എങ്ങനെ ഒരൊറ്റ സിസ്റ്റത്തിനുള്ളിൽ ഒതുക്കാം? വെറുതെ പറയുന്നതിലും നല്ലത് ഒരു ജീവനക്കാരന്റെ കഥയിലൂടെ തന്നെ നമുക്കിതൊന്ന് കണ്ടറിയാം. ഓക്കേ, അപ്പോൾ കഥ തുടങ്ങല്ലേ. ഏതൊരു ജീവനക്കാരന്റെയും തുടക്കം നിയമനത്തിലാണല്ലോ. റിക്രൂട്ട്മെന്റും ഓൺബോർഡിങ്ങും, അതായത് ജോലിയിൽ പ്രവേശിക്കുന്നതിന്റെ ആദ്യ പടികൾ. ഈ സിസ്റ്റം എത്ര മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാം തുടങ്ങുന്നത് ഒരു ചെറിയ തൊഴിലവസരത്തിൽ നിന്നാണ്. ഈ നിയമന പ്രക്രിയ എന്ന് പറയുന്നത് പലപ്പോഴും കുറച്ച് സങ്കീർണമാണ് അല്ലേ? പക്ഷെ ERP നെക്സ്റ്റ് അതിനെ വളരെ ചിട്ടയുള്ളൊരു വർക്ക് ഫ്ലോ ആക്കി മാറ്റുന്നു. അതായത് അപേക്ഷ കിട്ടുന്നത് മുതൽ അയാൾ ജോയിൻ ചെയ്യുന്നത് വരെയുള്ള ഓരോ സ്റ്റെപ്പും നമുക്ക് കൃത്യമായി കാണാനും ട്രാക്ക് ചെയ്യാനും പറ്റും. ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്താണെന്നറിയോ? ഒരു ഡീറ്റെയിൽ പോലും വിട്ടുപോവില്ല. ഇതിന്റെ ഒരു ഫ്ലോ നോക്കിയേ. ആദ്യം നമ്മൾ വെബ്സൈറ്റിൽ ഒരു തൊഴിലവസരം പോസ്റ്റ് ചെയ്യുന്നു. വരുന്ന അപേക്ഷകളെല്ലാം സിസ്റ്റത്തിലേക്ക് വരുന്നു. ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും അതിന്റെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുന്നു. ഒടുവിൽ ജോബ് ഓഫർ കൊടുക്കുന്നു. ഇതിലെ ഓരോ ഘട്ടവും സിസ്റ്റത്തിലൊരു ഡിജിറ്റൽ റെക്കോർഡാണ്. ഇനി ഏറ്റവും രസകരമായ ഭാഗം എന്താണെന്നറിയോ? ഇതെല്ലാം കഴിഞ്ഞ ആളെ നിയമിക്കുമ്പോൾ ഈ വിവരങ്ങളെല്ലാം ഒരൊറ്റ ക്ലിക്കിൽ പുതിയ എംപ്ലോയി പ്രൊഫൈലിലേക്ക് മാറും. അതായത് ഒരേ ഡേറ്റ തന്നെ വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യുന്ന ആ തലവേദന ഇവിടെ ഇല്ല. നിയമനം ഉറപ്പിച്ചോ? കഴിഞ്ഞില്ല. സിസ്റ്റത്തിന്റെ പണി തുടങ്ങുന്നതേയുള്ളൂ. സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ഓരോ ഡിപ്പാർട്ട്മെന്റിനും ചെയ്യാനുള്ള ജോലികളടങ്ങിയ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. HR-ന് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ടാസ്ക്, IT ഡിപ്പാർട്ട്മെന്റിന് ഇമെയിലും ID കാർഡും ഉണ്ടാക്കാനുള്ള ടാസ്ക്, എന്തിനേറെ ആ ജീവനക്കാരന് കിട്ടേണ്ട ലീവുകൾ വരെ ഓട്ടോമാറ്റിക്കായി അക്കൗണ്ടിൽ വരും. അപ്പോ പുതിയതായി വരുന്ന ആൾക്ക് എല്ലാം റെഡി. ഒരു ടെൻഷനുമില്ലാതെ ആദ്യ ദിവസം തന്നെ ജോലി തുടങ്ങാം. അങ്ങനെ നമ്മുടെ പുതിയ ജീവനക്കാരൻ ജോയിൻ ചെയ്തു. ഇനിയെന്താ? ഇനി മുതൽ ഡെയിലി കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ? എല്ലാ ദിവസവും വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് അറ്റൻഡൻസ്, ലീവ്, ഇതൊക്കെ സിസ്റ്റം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കാം. HR-ലുള്ളവർക്കറിയാം, ഈ അറ്റൻഡൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പണിയല്ല അല്ലേ? എന്നാൽ ഇവിടെയാണ് ഓട്ടോ അറ്റൻഡൻസ് ഒരു സൂപ്പർ ഹീറോയെ പോലെ വരുന്നത്. ബയോമെട്രിക് മെഷീനിലെ വിരലൊന്ന് വെച്ചാൽ മതി, ആ പഞ്ചിങ് ഡാറ്റ നേരെ സിസ്റ്റത്തിലേക്ക് വരും. സിസ്റ്റം തന്നെ ഷിഫ്റ്റും സമയവുമൊക്കെ നോക്കി അറ്റൻഡൻസ് മാർക്ക് ചെയ്തോളും. മാനുവൽ ജോലിക്ക് ഗുഡ് ബൈ. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എല്ലാ കമ്പനിക്കും ഒരേപോലെ അല്ലല്ലോ റൂൾസ് എന്ന്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നിങ്ങളുടെ കമ്പനിയുടെ പോളിസി എന്താണോ അതനുസരിച്ച് ഈ സിസ്റ്റം മാറ്റിയെടുക്കാം. അതായത് ലേറ്റായി വരാൻ ഒരു 10 മിനിറ്റ് ഗ്രേസ് പീരിയഡ് കൊടുക്കണോ? സെറ്റ് ചെയ്യാം. എത്ര മണിക്കൂർ ജോലി ചെയ്താൽ ഹാഫ് ഡേ ആയി കണക്കാക്കണം? അതും നമുക്ക് തീരുമാനിക്കാം. അത്രയ്ക്കും ഫ്ലെക്സിബിളാണ്. അറ്റൻഡൻസിന്റെ കാര്യം ഓക്കെ. ഇനി ലീവിന്റെ കാര്യമോ? അതും ഇതേപോലെ സിമ്പിളാണ്. ഒരാൾക്ക് ലീവ് വേണമെന്ന് വെക്കുക. അവർ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്നു. ഉടനെ സിസ്റ്റം നോക്കും ഇയാൾക്ക് ലീവ് ബാലൻസ് ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ മാനേജർക്കൊരു നോട്ടിഫിക്കേഷൻ പോവും. മാനേജർ ഓക്കെ പറഞ്ഞാൽ കഴിഞ്ഞു. ലീവ് ബാലൻസ് ഓട്ടോമാറ്റിക്കായി കുറഞ്ഞോളും. ഫോൺ വിളിയോ ഇമെയിലോ ഒന്നും വേണ്ട. എല്ലാം സിസ്റ്റം നോക്കിക്കോളും. അങ്ങനെ ജോലിയിൽ സെറ്റിലായി ദിവസങ്ങൾ പോകുന്നു. പക്ഷേ അവിടെ നിൽക്കില്ലല്ലോ കാര്യങ്ങൾ. എല്ലാവർക്കും വളരണം അല്ലേ? ഒരു ജീവനക്കാരന്റെ കരിയർ ഗ്രോത്ത് എങ്ങനെയാണ് ഈ സിസ്റ്റം നോക്കുന്നതെന്നും അവരുടെ വളർച്ചയ്ക്ക് എങ്ങനെയാണിത് സഹായിക്കുന്നതെന്നും നമുക്ക് കാണാം. വളർച്ചയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? തീർച്ചയായും പെർഫോമൻസ് തന്നെ. വെറുതെ നന്നായി ജോലി ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ വ്യക്തമായ ലക്ഷ്യങ്ങൾ വെക്കണം. അതിനാണ് KRA-കൾ അഥവാ കീ റിസൾട്ട് ഏരിയകൾ. ഓരോരുത്തർക്കും എന്ത് ചെയ്യണം, എന്ത് നേടണമെന്ന് സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് അവരുടെ പെർഫോമൻസ് അതുമായി താരതമ്യം ചെയ്യാം. അപ്പോ അപ്രൈസൽ സമയത്ത് എല്ലാം ക്ലിയർ ആയിരിക്കും. ഊഹങ്ങളുടെ ആവശ്യമില്ല. നല്ല പെർഫോമൻസിന് എന്ത് കിട്ടും? പ്രമോഷൻ. പക്ഷെ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ തസ്തികയുടെ പേര് മാറ്റുന്നത് മാത്രമല്ല. സിസ്റ്റത്തിൽ അതൊരു പുതിയ റെക്കോർഡാണ്. പുതിയ ശമ്പളം, പുതിയ ഉത്തരവാദിത്തങ്ങൾ എല്ലാം അപ്ഡേറ്റ് ആവും. വർഷങ്ങൾ കഴിഞ്ഞു നോക്കിയാലും ആ ജീവനക്കാരൻ എങ്ങനെ വളർന്നു എന്നതിന്റെ ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി അവിടെ ഉണ്ടാകും. പ്രമോഷൻ പോലെ തന്നെ ചിലപ്പോൾ ട്രാൻസ്ഫറുകളും ഉണ്ടാകും. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക്. അതും സിസ്റ്റം കൃത്യമായി രേഖപ്പെടുത്തും. ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? ആ ജീവനക്കാരന്റെ ഫയൽ എപ്പോഴും കംപ്ലീറ്റ് ആയിരിക്കും. അയാൾ കമ്പനിയുടെ ഏത് കോണിൽ ജോലി ചെയ്താലും എല്ലാ വിവരവും ഒരൊറ്റ സ്ഥലത്ത് തന്നെ കാണും. ഓക്കെ,
ഇതുവരെ നമ്മൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളും, അതായത് അറ്റൻഡൻസ്, ലീവ്, പ്രൊമോഷൻ, ഇതെല്ലാം വന്ന് ചേരുന്നൊരു പോയിന്റുണ്ട്. മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതെ, സാലറി. നമുക്ക് ഈ പേറോൾ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. പേറോൾ എങ്ങനെയാണ് ഇത്ര കൃത്യമാകുന്നത് എന്നല്ലേ? കാരണം അതിനു വേണ്ട എല്ലാ വിവരങ്ങളും സിസ്റ്റം തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്നെടുത്തോളും. അറ്റൻഡൻസ് ഡേറ്റ, ലീവിന്റെ കണക്ക്, വല്ല എക്സ്പെൻസ് ക്ലെയിമുകളും ബോണസും ഉണ്ടെങ്കിൽ അത് എല്ലാം ഓട്ടോമാറ്റിക്കായി ഇങ്ങോട്ട് വരും. ഒന്നും നമ്മൾ മാനുവലായി എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഡേറ്റയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റത്തിന്റെ പണിയാണ് എല്ലാ കണക്ക് കൂട്ടലുകളും. അതായത് വരുമാനം, പിടിക്കുന്ന കാശ്, ടാക്സ് എല്ലാം സിസ്റ്റം തന്നെ കൃത്യമായി ചെയ്ത് സാലറി സ്ലിപ്പ് റെഡിയാക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, മണിക്കൂറുകളോളം എക്സൽ ഷീറ്റിലിരുന്ന് തലപുകഞ്ഞ് ചെയ്യേണ്ട ജോലി ഇവിടെ നിമിഷങ്ങൾക്കുള്ളിൽ തീരും. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഇതിലെ ഏറ്റവും വലിയ മാജിക് എന്താണെന്നറിയാമോ? നിങ്ങൾ സാലറി കൊടുക്കാൻ പേറോൾ റൺ ചെയ്യുമ്പോൾ അതിന്റെ അക്കൗണ്ടിംഗ് എൻട്രികളും സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ചെയ്തോളും. ഇതിന്റെ അർത്ഥമെന്താ? HR-ഉം ഫിനാൻസും തമ്മിൽ മാസാവസാനം കണക്ക് ശരിയാക്കാൻ ഒരു തർക്കവും വേണ്ട. എല്ലാം ലൈവായി അപ്പോൾ തന്നെ അക്കൗണ്ട് ബുക്കുകളിൽ റെക്കോർഡാവും. ഇത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചറാണ്. എല്ലാ യാത്രകൾക്കും ഒരു അവസാനമുണ്ടല്ലോ. അതുപോലെ ഒരു ജീവനക്കാരന്റെ കമ്പനിയിലെ യാത്രയും ഒരു ദിവസം അവസാനിക്കും. ആ വിടവാങ്ങൽ എങ്ങനെയാണ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കാം. വന്നപ്പോൾ കൊടുത്ത അതേ പ്രാധാന്യത്തോടെ പോകുമ്പോഴും കാര്യങ്ങൾ സുഗമമാക്കണം. ഒരാൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ? ലാപ്ടോപ്പ് തിരികെ വാങ്ങണം, ID കാർഡ്, ഫൈനൽ സെറ്റിൽമെന്റ് ചെയ്യണം. ഇതൊന്നും വിട്ടുപോകാതിരിക്കാൻ സിസ്റ്റം ഒരു എക്സിറ്റ് ചെക്ക്ലിസ്റ്റ് തന്നെ ഉണ്ടാക്കും. എക്സിറ്റ് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നത് മുതൽ ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് കണക്ക് കൂട്ടുന്നതുവരെ എല്ലാം ഇതിൽ കൃത്യമായി നടക്കും. അപ്പോൾ നിയമനം മുതൽ വിടവാങ്ങൽ വരെയുള്ള ഈ മുഴുവൻ യാത്രയും നമ്മൾ കണ്ടു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരൊറ്റ വാക്കുണ്ട്: ഇന്റഗ്രേഷൻ അഥവാ സംയോജനം. എല്ലാം ഒരിടത്ത്, എല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. അതാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. ഈ സംയോജനം കൊണ്ട് യഥാർത്ഥത്തില് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? ഈ ചാർട്ടിലേക്ക് നോക്കൂ. 1. ഡേറ്റ എപ്പോഴും കറക്റ്റായിരിക്കും. 2. HR-ന്റെ പേപ്പർ വർക്കും അഡ്മിൻ പണികളും ഒരുപാട് കുറയും. പിന്നെ ഏറ്റവും പ്രധാനം, ഈ ഡേറ്റ വെച്ച് കമ്പനിക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോ ഈയൊരു വിവരണത്തിന്റെ അവസാനം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കമ്പനിയിലെ എല്ലാ ജീവനക്കാരുടെയും വിവരങ്ങൾ ഇതുപോലെ ഒരൊറ്റ നൂലിൽ കോർത്താൽ വെറുതെ ജോലികൾ എളുപ്പമാകുമെന്നതിനപ്പുറം നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന എന്ത് പുതിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്കതിൽ നിന്ന് കണ്ടെത്താൻ കഴിയുക?